അങ്ങനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതും ഡിസംബർ 4-ാം തീയതി. അയാളുടെ ജീവിതത്തിലെ ഒരു വലിയ രാഷ്ട്രീയ നേട്ടമുണ്ടായ ദിവസമാണ്. അതേ ദിവസം തന്നെയാണ് വലിയ വീഴ്ചയും. MLA സ്ഥാനം കൂടി രാജിവെക്കണ്ടേ രാഹുൽ മാങ്കൂട്ടത്തിൽ? ഉദിച്ചുയർന്ന് അതേ വേഗത്തിൽ താഴേക്ക് പതിച്ചിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളതാണ്. ഈ MLA സ്ഥാനം ഒഴിയണമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ വരുമ്പോൾ ഇതുവരെ ഒരു രാഷ്ട്രീയ പാർട്ടിയും എടുക്കാത്ത രീതിയിൽ നടപടിയെടുത്ത് മാതൃകയായി എന്ന രൂപത്തിൽ കോൺഗ്രസിനത് ഉന്നയിക്കാനാകും. ഇപ്പോഴും അതാണ് കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ആരോപണം ഉയർന്ന ഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നു. അതിനുശേഷം പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നത് എപ്പോഴാണ്? ഈ ശബ്ദരേഖ പുറത്തു വരുമ്പോഴാണ്. ഒരു പരാതി മുന്നോട്ട് വന്നില്ല, അതിനു മുൻപ് തന്നെ ആദ്യം നടപടിയെടുത്തു. ഇപ്പോഴിതാ കോടതിയുടെ വിധി വന്നതിൻ്റെ അടുത്ത മിനിറ്റ്, അതായത് 2:25 വിധി വരുന്നു, 2:26 പുറത്താക്കി എന്നുള്ള വാർത്താക്കുറിപ്പ് പുറത്തിറങ്ങിയാണ്. അതായത് പാർട്ടി ആ വാർത്താക്കുറിപ്പ് വളരെ നേരത്തെ തയ്യാറാക്കിയിരിക്കുന്നു. അപ്പോൾ പാർട്ടിയെ സംബന്ധിച്ചും ആശ്വാസകരമായ വിധിയാണ് ഇന്ന് സെഷൻസ് കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചും കോൺഗ്രസ് ഇതുവരെ തുടർന്നു വന്ന, അതായത് ഇടക്കാലത്തെ വന്ന ഒരു പ്രവണതയിൽ നിന്നും പുറത്തു കടക്കാനുള്ള ഒരു സാഹചര്യമായിട്ട് കൂടി ഈ വിഷയം മാറുകയാണ് എന്നുള്ളതാണ്. കോൺഗ്രസിൽ നമുക്കറിയാം, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വന്ന ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് ആ വിഷയത്തിലെടുത്ത നിലപാട്, ഇങ്ങനെ ഒരാൾ പാർട്ടിയിൽ വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന കോൺഗ്രസിലെ വനിതാ നേതാക്കൾ, അതിൽ പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട് ഷാനിമോൾ ഉസ്മാന്റെ പേര്, ബിന്ദു കൃഷ്ണയുടെ പേര്, അതുപോലെ തന്നെ ഉമാ തോമസിന്റെ പേര്. ഇവരൊക്കെ തന്നെയും ഉറച്ച ശബ്ദത്തിൽ, സാധാരണഗതിയിൽ കോൺഗ്രസ് നേതൃത്വം ഒരു നിലപാട് പറഞ്ഞ ശേഷം വനിതാ നേതാക്കൾ പതുക്കെ, കോൺഗ്രസിൽ നിന്നല്ല ഏത് രാഷ്ട്രീയ പാർട്ടിയിലായാലും കോൺഗ്രസ് ഒരു നിലപാട് പൂർണ്ണമായും തീരുമാനിക്കുന്നവരെ വനിതാ നേതാക്കൾക്ക് സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയത്തിലായാലും സ്വതന്ത്രമായ ഒരു നിലപാട് പറയാൻ സാധിക്കാറില്ല. പക്ഷേ ഇങ്ങനെ ഒരാൾ ഇനി കോൺഗ്രസിൽ വേണ്ട, പാർട്ടിയിൽ വേണ്ട എന്ന് ഉറച്ച് പറഞ്ഞത് ഷാനിമോൾ ഉസ്മാനാണ്. നമ്മളോടാണ് പ്രതികരണം ആദ്യം നടത്തിയിരുന്നത്. ഇന്ന് ആ നേതാക്കൾക്കൊക്കെ ആത്മാഭിമാനത്തോടെ തലയുയർത്തി നിൽക്കാൻ പറ്റുന്നു. ഈ പാർട്ടിയിൽ പ്രതീക്ഷയുണ്ട് എന്ന രൂപത്തിൽ ആ നിലയ്ക്ക് കോൺഗ്രസ് ഒരു നിലപാടിലേക്ക് വന്നിരിക്കുന്നു. നമുക്കറിയാം, ഈ ദിവസങ്ങളിലൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒളിവിലാണ്. ഇന്നിപ്പോൾ 8ാമത്തെ ദിവസമായി. ഈ ഘട്ടങ്ങളിലൊക്കെ കോൺഗ്രസ് നേതാക്കളുടെ മുന്നിൽ നമ്മൾ മൈക്കുകൾ കൊണ്ടുവരുന്നുണ്ട്. പലപ്പോഴും എൻ്റെ പോക്കറ്റിലല്ല എന്ന് KPCC അധ്യക്ഷന് ക്ഷമകെട്ട് പറയേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ പോക്കറ്റിലല്ല, പക്ഷേ എവിടെയാണ് എന്ന് പറയാൻ പറ്റുന്നില്ല. പാർട്ടിയിൽ നിന്ന് തന്നെ ചിലരുടെ പിന്തുണയുണ്ട്. ആ പിന്തുണ പല ഘട്ടങ്ങളിലായി പുറത്തേക്ക് വന്നാണ്. അടൂർ പ്രകാശിനെ പോലുള്ള മുതിർന്ന നേതാവ് UDF കൺവീനർ നേരത്തെ നടത്തിയ പ്രതികരണം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഏതെങ്കിലും തരത്തിലൊക്കെ പിന്തുണ, ഏതായാലും ഈ ചെറുപ്പക്കാരനെ അങ്ങനെ രാഷ്ട്രീയത്തിൽ നിന്ന് പോകേണ്ട ഒരു നേതാവല്ല എന്ന് K. സുധാകരൻ പറഞ്ഞ് നമ്മുടെ മുന്നിലുണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താന്റെയും K. മുരളീധരന്റെയും പ്രതികരണം, അതോടൊപ്പം രമേശ് ചെന്നിത്തല തുടക്കം മുതൽ തന്നെ എടുത്തിരിക്കുന്ന പ്രതികരണമൊക്കെ, നിലപാടൊക്കെ വളരെ പ്രധാനമാണ്. ആ നിലപാട് ഇങ്ങനെ ഒരാൾ വേണ്ട എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരു പരാതി വരുന്നു. ആ പരാതിയുമായി ബന്ധപ്പെട്ട് ആ യുവതിക്കെതിരെ ആരോപണങ്ങൾ, അല്ലെങ്കിൽ ഈ കേസിൽ ഇരയ്ക്കൊപ്പം നിൽക്കണമെന്ന നിലപാടെടുത്ത പാർട്ടിയിലെ വനിതകൾക്കെതിരെ നടന്ന സൈബർ അറ്റാക്ക്, അത് ഏത് രൂപത്തിൽ വരെ പോയിട്ടുണ്ടോ എന്നുള്ളതാണ്. അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ആ യുവതിക്ക് മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ കഴിഞ്ഞു. അതിനുശേഷം രണ്ടാമത്തെ ഒരു പരാതി വരുന്നു. ഇതിലിപ്പോൾ ആകെ തുകയായി കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ഉത്തരവ് കൊണ്ട് ഒരു ഗുണമുണ്ടായിരിക്കുന്നു. അതായത് പരാതിപ്പെടാൻ ഭയപ്പെടേണ്ടതില്ല. പരാതിപ്പെട്ടു കഴിഞ്ഞാൽ തങ്ങൾക്ക് അനുകൂലമായ ഒരു കോടതി ഉത്തരവുണ്ടാകില്ല എന്ന് ഭയക്കേണ്ട എന്നൊരു സന്ദേശം ഏതായാലും ഈ സെഷൻസ് കോടതി ഉത്തരവിൽ നിന്ന് വരുന്നുണ്ട്. ഇനി മേൽക്കോടതിയൊക്കെ ഉണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ആദ്യം തന്നെ ഇങ്ങനെ ഒരു ധൈര്യം കാണിക്കുന്നതിന് കോടതിയിൽ നിന്നും ഒരു റിവാർഡ് കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ആ ധൈര്യം ഏത് പെൺകുട്ടിയും അത് കാണിക്കേണ്ടതാണ് എന്നുള്ളതാണ്. ഇപ്പോൾ കോൺഗ്രസിൽ അങ്ങനെ ഒരു മാതൃക കാണിക്കുമ്പോൾ CPM-നെ സംബന്ധിച്ച് രാഷ്ട്രീയമായി നോക്കൂ, CPM-ന് യഥാർത്ഥത്തിൽ ഈ സ്വർണ്ണക്കൊള്ള, ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് വലിയ വിഷയമായി അവിടെ നിൽക്കുമ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ CPM-ന് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ കോടതിയുടെ ഉത്തരവ് വരുമ്പോഴെങ്കിലും അറസ്റ്റിലാകണ്ടേ? ഇപ്പോൾ രാജ്യത്തെ തന്നെ ഏറ്റവും ശക്തമായ പോലീസ്, ഏറ്റവും സംവിധാനമുള്ള പോലീസ് സംവിധാനമാണ് കേരളത്തിലേത്. ഇവിടുത്തെ പോലീസിന് 8 ദിവസമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ പിടികൂടാനായിട്ടില്ല എന്ന് പറയുന്നത് വലിയ പരാജയമാണ്. ഈ നിമിഷവും അതാ കസ്റ്റഡിയിലില്ല, കസ്റ്റഡിയിൽ വന്നേക്കാം, അവിടെ ഇവിടെ നാലുപാടും ഓടുന്നു. അങ്ങനെ ഓടുകയാണോ യഥാർത്ഥത്തിൽ? പോലീസിന് ഒരു സൂചനയും കിട്ടിയിട്ടില്ല എന്നാണോ? അതോ പോലീസിൽ നിന്ന് ഏതെങ്കിലും ആളുകൾ ഈ തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വിവരം കൊടുക്കുന്നുണ്ടോ? ഇതൊക്കെ ഒരു വിഷയമാണ്. ആ തരത്തിൽ കൂടി പരിശോധിക്കണം. അപ്പോൾ ഈ നിമിഷം വരെയും കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എന്നുള്ളത് ഒരു വീഴ്ച, അല്ലെങ്കിൽ അതൊരു പരാജയമായി നിൽക്കുന്നു. ഇനി അങ്ങോട്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വർണ്ണക്കൊള്ളയ്ക്ക് ഇനി തലയുയർത്തി പറയാം, ഞങ്ങളിത് നടപടി എടുത്തു കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ഇത്രയും ദിവസം കോൺഗ്രസിനെ വിമർശിച്ചിട്ടുണ്ട്. ആ വിമർശനം ആ സമയത്ത് പറയേണ്ട വിമർശനം തന്നെയായിരുന്നു. ഞാൻ പറഞ്ഞ ഒരു പ്രവണത എന്നുള്ളത് യുവ നേതാക്കൾക്ക് കുറച്ചുകൂടി ചാൻസ് കൊടുക്കുക എന്നതാണ് ഇതിൽ പ്രതിപക്ഷ നേതാവ് എടുത്തിരുന്ന നിലപാട്. അങ്ങനെ യുവ നേതാക്കൾക്ക് ചാൻസ് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് തെരഞ്ഞെടുപ്പിന്റെ ചുമതലയിലും ഒക്കെ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫിയൊക്കെ വരുന്ന ഒരു പ്രത്യേക രൂപത്തിൽ വരുന്നു.
അവർ ആ സമയത്തൊക്കെ നന്നായി പ്രവർത്തിക്കുകയും ചെയ്തു. പക്ഷേ പിന്നീട് അത് നേതാക്കളെക്കാൾ മുകളിലേക്ക് വളർന്ന ഒരു സംവിധാനമായി വളരുകയും അതിൽ ഈ സാമൂഹ്യ മാധ്യമങ്ങൾ നല്ല രൂപത്തിലല്ല പ്രവർത്തിക്കുന്നത്, ഒരു ഗുണ്ട രൂപത്തിൽ അത് പ്രവർത്തിക്കുകയൊക്കെ ചെയ്ത് നമ്മൾ കാണുകയാണ്. അങ്ങനെ അവർ എല്ലാ പാർട്ടിയുടെ തീരുമാനങ്ങൾ എടുക്കുന്ന രൂപത്തിലേക്ക്, അതായത് പാലക്കാട് ഷാഫിക്ക് പകരം രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ വരണം എന്ന് നിർണ്ണയിക്കുന്നതിലേക്ക്, നേതാക്കളെ സമ്മർദ്ദപ്പെടുത്തുന്ന രീതിയിലേക്ക് അതൊക്കെ വളർന്നു. അതിന് ഇപ്പോൾ അടിവേരെറുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. എല്ലാ സമയത്തും രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം നിന്നിരുന്ന ഷാഫി പറമ്പിൽ ഇപ്പോൾ പറയുകയാണ് അത് വ്യക്തിപരമായ ബന്ധമായിരുന്നില്ല, രാഷ്ട്രീയ ബന്ധമായിരുന്നു എന്നത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ബൈറ്റും ഷാഫിയുടേതാണ്. കാരണം ഇതുവരെ തള്ളിപ്പറയാതെ ഇന്നാണ് ഷാഫി പറമ്പിൽ തള്ളിപ്പറഞ്ഞിരിക്കുന്നത്. ക്രിമിനൽ രൂപത്തിലുള്ള പ്രവർത്തികൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തു എന്നുള്ളത് അറിഞ്ഞിരുന്നില്ല. അങ്ങനെ ഒരു പരാതിയായി തന്റെ മുന്നിൽ വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഇനി ഷാഫിക്കും കൈയൊഴിയേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു തരത്തിൽ ഒരു ക്ലെൻസിങ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ആ നിലയ്ക്ക് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ ആശ്വാസകരവും അഭിമാനവും ഈ നിമിഷം നിൽക്കാവുന്നതാണ്. ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമപരമായി എങ്ങനെയാണ് നീങ്ങട്ടെ. ഏതായാലും MLA സ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യനല്ല എന്ന് പറയുമ്പോൾ, MLA സ്ഥാനം ഒഴിയുമ്പോൾ MLA സ്ഥാനത്ത് തുടരുന്ന സമാനമായ ഈ തീവ്രതയൊന്നും അളക്കണ്ട, സമാനമായ ആരോപണങ്ങളുള്ള മറ്റുള്ളവർക്ക് കൂടി ഒരു പാഠമാകുന്നു. അവരെ അവിടെ ഇരുത്തുന്നവർക്ക് കൂടിയുള്ള ചോദ്യചിഹ്നമാകുന്നു. Meet the editors.